കാറിൽ നിന്ന് വടിവാളും ആയുധങ്ങളുമായി പുറത്തേക്കിറങ്ങുന്ന ഗുണ്ടാ സംഘം. പിന്നെ കൊച്ചി വൈറ്റിലയിലെ ബാറിൽ കണ്ടത് സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ. ഗുണ്ടാ നേതാവ് ഔറംഗസീബും പെൺസുഹൃത്ത് അലീനയും ഉൾപ്പെടെ 5 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം ബാറിൽ ഭീതി പരത്തിയത്. മോഡലായ അലീനയെ ശല്യം ചെയ്തതാണ് പ്രകോപനം. പിന്നെ നടന്നത് കൂട്ടയടി. കേസിൽ അലീന ഉൾപ്പെടെ 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യപ്രതി ഔറംഗസീബും കൂട്ടാളിയും ഒളിവിലാണ്. ഗുണ്ടാ കുടിപ്പകയാണോ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഞായറാഴ്ച രാത്രിയിലാണ് ഔറംഗസീബും പെൺസുഹൃത്ത് അലീനയും ഉൾപ്പെടുന്ന സംഘം വൈറ്റിലയിലെ ബാറിൽ മദ്യപിക്കാനെത്തിയത്. അതിനിടെ അലീനയെ അടുത്ത സീറ്റിലിരുന്ന ഒരാൾ ശല്യം ചെയ്തു. ഇതാണ് പ്രകോപന കാരണം. പിന്നാലെ ശല്യം ചെയ്ത ആളെ ഔറംഗസീബും സംഘവും ചേർന്ന് മർദ്ദിച്ചു. തർക്കമുണ്ടായി. അതോടെ ബാർ ജീവനക്കാർ പ്രശ്നത്തിൽ ഇടപെട്ടു. തർക്കവും കയ്യാങ്കളിയും ബാറിന് പുറത്തേക്കും നീണ്ടു. ഉടൻ കാറിൽ കയറിയ ഔറംഗസീബും അലീനയും സുഹൃത്തുക്കളും തിരികെ എത്തിയത് വടിവാളുമായാണ്. പിന്നീട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം ബാറിന് പുറത്തുണ്ടായിരുന്നവരെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിനുശേഷം ബാറിനുള്ളിൽ പ്രവേശിച്ച സംഘം ജീവനക്കാരെയും മർദ്ദിച്ചെന്നാണ് പരാതി. സംഘം ബാർ ജീവനക്കാരനെ മർദ്ദിച്ചെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു. ബാർ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് 4 പേർക്കെതിരെ കേസെടുത്തത്. തിരുവനന്തപുരം സ്വദേശി അലീന, കൊല്ലം സ്വദേശികളായ ഷഹീൻ ഷാ, അൽ അമീൻ എന്നിവരെ മരട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഔറംഗസീബിനെ കുറിച്ച് വിവരം ലഭിച്ചത്. അതോടെ ബാറിലെ കൂടുതൽ CCTVകൾ പരിശോധിച്ച പോലീസ് ഔറംഗസീബിനെതിരെയും കേസെടുത്തു. സംഭവത്തിന് പിന്നിൽ ഗുണ്ടാ കുടിപ്പകയാണോ എന്ന് സംശയമുണ്ട്. കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ നേതാവിന്റെ സംഘത്തിൽപ്പെട്ട ചിലർ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റെന്നുമാണ് വിവരം. ആ സംഘത്തിൽപ്പെട്ടവരുമായുള്ള പ്രശ്നങ്ങളാണോ ആക്രമണത്തിന് കാരണമെന്നും സംശയമുണ്ട്. ഗുണ്ടാ നേതാവ് ഔറംഗസീബും വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി.